കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം സമാനതകളില്ലാത്ത വികസനം കൊണ്ടുവന്നു എന്നതുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വളരെ കരുത്താർന്ന മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഒരുപാട് വികസനങ്ങളും അതുപോലെ തന്നെ സർക്കാരിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, ഈ സംഘടനകളിലാണെങ്കിലും സർക്കാരിലാണെങ്കിലും ഒരു ആഭ്യന്തര ജനാധിപത്യം അനിവാര്യമാണ്. അത് ആ ഒരു കാര്യത്തിൽ അവസാന കാലയളവിലെങ്കിലും ഈ LDF സർക്കാർ വളരെ പിന്നിലായിപ്പോയി. കാരണം അവിടെ ഈ തിരുവായ്ക്ക് എതിർവായില്ല എന്ന നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പ്രത്യേകിച്ചും CPM-ൽ പോലും മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്താൽ അതിനാരും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. 3-ാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു, ഇല്ലെങ്കിൽ മത്സരിക്കണം എന്ന നിലയിൽ ഉള്ള തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്, പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളിനെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് വരുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരു അനിഷ്ടമുണ്ടാകുന്ന അഭിപ്രായം പറയാൻ വലിയൊരു വിഭാഗം സംസ്ഥാന നേതാക്കളും മടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ ഒരു ദൃശ്യം നമ്മൾ മാറ്റിയിട്ട് KK ശൈലജ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നുവെങ്കിൽ, അതായത് ഈ ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഇടതുപക്ഷത്തെ കടുത്ത CPM പ്രവർത്തകരെ തന്നെ കാണാം. പക്ഷേ അവർക്കും ആ ഒരു കാര്യം പരസ്യമായി പറയാൻ പേടിയുണ്ട്. അത് പേടിയെന്ന് പറഞ്ഞാൽ പാർട്ടി ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്നും പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ അവർ നമ്മളോടൊക്കെ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഈ മൈക്കോ ഇതൊന്നും ഇല്ലാത്തപ്പോൾ സംസാരിക്കുമ്പോൾ അവർ തുറന്നു പറയും, KK ശൈലജയായിരുന്നു ഇത്തവണ മത്സരിച്ചതെങ്കിൽ 100 സീറ്റ് നേടി LDF അധികാരത്തിൽ വരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അവർക്ക് പോലും ഒരു സംശയമില്ലായിരുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വരുന്നത്, യഥാർത്ഥത്തിൽ 2011 തെരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം നേടും എന്നുള്ളൊരവസ്ഥയിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം തുടർഭരണം അട്ടിമറിച്ചു എന്ന രീതിയിലുള്ളൊരു പ്രചാരണം അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 68 സീറ്റ് നേടിയ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF-ന് അക്കാലത്ത് തുടർഭരണം നഷ്ടമായത് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ ഒരു അവസ്ഥ, അതായത് അന്നും ഈ പറഞ്ഞതുപോലെ ഒരു തുടർഭരണത്തിന് അവസരം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒരു തുടർഭരണത്തിന് അവസരം ഉണ്ട്. ആ അവസരം നേതാവിൽ തട്ടി പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ ദിവസമാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടത്തുന്ന ദിവസം.